ഇത് ശരിക്കും നല്ലോണം വെന്തു. കാരണം നല്ലോണം വെന്താലാണ് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. ഷോളി, ഇപ്പൊ നമ്മള് ഇത് നെല്ലിക്കട ജ്യൂസ് അല്ലേ? അതെ, പഴുപ്പും ചേർക്കും ജ്യൂസും ചേർക്കും. 20ഓളം ആയുർവേദ മരുന്നുകൾ ഒരുമിച്ച് പൊടിച്ച മരുന്നാണിത്. ഇത് ഈ കാണുന്നത് ഇതാണ് ഇതിൽ കയറുന്നത്. ഇപ്പൊ ഇത് ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ 4 ദിവസമായി. 4 ദിവസം. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഷോളി സ്റ്റാർ മാർക്ക് ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ് കുടംപുളി ലേഹ്യം. കൊടംപുളി ലേഹ്യം വണ്ണം കുറയാനും വയറ് ചുരുങ്ങാനും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ലേഹ്യാണത്. അപ്പതേ നമ്മള് ഈ കഴുകുന്നതൊക്കെ ഇവിടെയാണ്. നോക്കിയാൽ അറിയാം, മുഴുവൻ പച്ചമരുന്നുകളാണ്. നമ്മൾ കഴുകാനുള്ള കൊടംപുളി, അതുപോലെ നെല്ലിക്ക, അതൊക്കെ നമുക്ക്, അതായത് ഇത്രയും പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ആണ് ഇത്രയും സ്റ്റോക്ക് അല്ലേ? നിങ്ങൾ നോക്കിയാ ഇതൊക്കെ എന്തിന്റെയൊക്കെ പച്ചമരുന്നൊക്കെ? ഇത് കൊടംപുളിയിലേക്ക് ചേർക്കുന്ന ആയുർവേദ മരുന്നുകളാണ്. ഇതെല്ലാം ആയുർവേദങ്ങളല്ലേ? ഇവിടെയാണ് ഇത് ക്ലീനിങ്. ഇത് ഫുള്ള് നമ്മള് കഴുകിയിട്ട് 2-3 പ്രാവശ്യം നമ്മൾ കഴുകുന്ന ഈ വെള്ളം യൂസ് ചെയ്തില്ല? ഇല്ല, കഴുകി ഇതെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അരയ്ക്കും. അപ്പൊ പുഴുങ്ങുന്ന വെള്ളം നമ്മൾ ഇതിന്റെ യൂസ് ചെയ്യും. ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്ന വെള്ളം എടുക്കില്ല. ഓക്കെ, ഇതാണ് ഇതേപോലെ തന്നെ നെല്ലിക്കയും കഴുകി സെയിം തന്നെ അല്ലേ? സെയിം തന്നെ കഴുകിയിട്ട് നമ്മൾ അത് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന വെള്ളത്തിൽ ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും, മണ്ണൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. നമ്മൾ ഈ പറയുന്ന ക്ലീനിങ് സെക്ഷനാണിത്. ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തുടങ്ങിയെടുത്താണ് പ്രൊഡക്ഷൻ കാര്യം നടക്കുന്നത്. ഇത് ഇങ്ങനെ ഫുള്ള് 24 hours ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും. കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ഉണ്ടാക്കുന്നിടത്ത് പോകുമ്പോൾ കാണിച്ചു തരാം. ഒരേ സമയം 2 മുറികളിലായിട്ട് ഏകദേശം 6 വാർപ്പിലാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പതേ നമ്മൾ നേരത്തെ ഇട്ട കൊടംപുളി നല്ലോണം വെന്തല്ലേ? ഇതാണ് ആ വേവുന്ന പരുവം അല്ലേ? ഇത് ശരിക്കും നല്ലോണം വെന്തു. കാരണം നല്ലോണം വെന്താലാണ് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അരപ്പരുവാണ് ആക്ച്വലി, അങ്ങനെ പറയാം അല്ലെ? അരപ്പരുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മളിത് കോരിയെടുത്തു. അപ്പൊ ഞാൻ ഇപ്പൊ തിളച്ച ആ പറയുന്ന ഇതുണ്ടല്ലോ, ഇറങ്ങിയ സത്തുണ്ടല്ലോ, ഈ സത്ത് നമ്മൾ ഉപയോഗിക്കും. നമ്മൾ അരിച്ചു ഉപയോഗിക്കും. ഓക്കെ. ഇപ്പൊ ഈ പുള്ളി അരച്ച് ചേർക്കുമ്പോഴേ നമ്മളിത് കഴിക്കുമ്പോ ആ ഒരു മട്ടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഇതിന്റെ കൂടെ പുളി മാത്രമല്ലല്ലോ, നെല്ലിക്കയുണ്ട്, കുറെ മരുന്നുകളുണ്ട്, ചെറിയൊരു ശർക്കരയുമുണ്ട്. ആ കോമ്പിനേഷൻ വരുമ്പോ നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത ആ കൊടംപുളി അല്ലെ? ആ കൊടംപുളിയാണ് അരക്കിയാണ്. നമ്മൾ ഈ വേവിച്ചെടുത്ത കൊടംപുളി അരച്ചാണ് നമ്മള് സെയിം മെത്തേഡാണ് നമ്മൾ ഈ പറയുന്ന നെല്ലിക്കയും പുഴുങ്ങിയെടുത്ത് അരച്ച് അതിനകത്തേക്ക് വരും. ഓക്കെ. അപ്പൊ നമ്മള് അരച്ച കൊടംപുളി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് അരക്കുന്ന കൊടംപുളി നെല്ലിക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. ഇതിന്റെ കൂടെ തന്നെയാണ് നമ്മള് നെല്ലിക്ക വേറെ അരയ്ക്കും. വേഗം അരച്ച് നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ചേർത്തുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ പ്രോസസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത് തീ കിടന്നിട്ട് എത്ര സമയം ഉണ്ടാവും? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഫിനിഷ് ആവാനായിട്ട് 4 ദിവസം പിടിക്കും. ഒരു കൊടംപുളി, അത് നമ്മുടെ കയ്യിലോട്ട് വരുന്നൊരു കൊടംപുളി ലേക്ക് എന്ന് പറയുന്ന സാധനം പ്രോപ്പർ ആയിട്ട് അത് ഫിനിഷ് ചെയ്ത് നമ്മുടെ കൈ വരാൻ 4 ദിവസം. ഷോളി, ഇപ്പൊ നമ്മള് ഇത് നെല്ലിക്കട ജ്യൂസ് അല്ലേ? അപ്പൊ നമ്മള് ജ്യൂസ് ഒപ്പം തന്നെ പൾപ്പും ചേർക്കും. പൾപ്പും ചേർക്കും, ജ്യൂസും ചേർക്കും. ആദ്യം ജ്യൂസ് കയറി ഇതിന്റെ പുറകെ പൾപ്പും കയറും. എന്നിട്ട് നമ്മൾ തീ കത്തിക്കുള്ളൂ അല്ലേ? ഓക്കെ. നമ്മുടെ കൊടംപുളി ലേഖ്യത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള പൊടിയാണ് ഈ വരുന്നത്. ഇതിപ്പോ എത്ര തരം മരുന്നുകളാണിത്? 20ഓളം ആയുർവേദ മരുന്നുകൾ ഒരുമിച്ച് പൊടിച്ച മരുന്നാണിത്. ഇത് ഈ കാണുന്നത് ഇതാണ് ഇതിൽ കയറുന്നത്. ഇപ്പൊ ഇത് ഏകദേശം നമ്മൾ പറഞ്ഞ പോലെ 4 ദിവസമായി. ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൂടി? ഒരു 3 മണിക്കൂറോളം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യും. അപ്പൊ ഏകദേശം 4 ദിവസം ഫൈനലായി. അപ്പൊ നമുക്ക് ഇട്ടാലോ? നമ്മുടെ ഒരു വലിയ പ്രോസസ്സിങ്ങിന്റെ ക്ലൈമാക്സിലാണ് നിൽക്കുന്നത്. 4 ദിവസം എടുത്ത കൊടംപുളി ലേഖ്യത്തിലേക്ക് ലാസ്റ്റുള്ള ഈ പച്ചമരുന്നുകൾ കയറിയാണ്. നമ്മുടെ കൊടംപുളി ലേഖ്യം ഫൈനലായി. ഏകദേശം നമ്മൾ ലാസ്റ്റ് പൊടിയെ കയറിയിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറായി. ഏകദേശം ഇനി ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ ഫുൾ റെഡി ആവും അല്ലേ? ഈ സാധനമാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. വണ്ണം കുറയാനും വയറ് കുറയാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ കണ്ടന്റ്, കൊളസ്ട്രോൾ കയറുന്ന ആ ഒരു സംഭവം അത് കുറയാനൊക്കെ നല്ലൊരു സാധനമാണ് ഈ പറയുന്ന കൊടംപുളി ലേഖ്യം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പാക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മൊത്തം ഉള്ളത് 4 ടൈപ്പാണുള്ളത്. അതായത് 1 കിലോ, 3/4 കിലോ, 1/2 കിലോ, 1/4 കിലോ. ഇതാണ് നമ്മുടെ സാമ്പിൾ പാക്ക് എന്ന് പറയാം. 250 ഗ്രാം. ഞാൻ കാണിച്ചോട്ടെ, ഇതിന്റെ ഒരു വില എങ്ങനെയാണ് ഇതിന്റെ ആക്ച്വലി? അതായത് 250 ഗ്രാമിന് 350 രൂപ, 350, 500 ഗ്രാമിന് 660, 750 ഗ്രാമിന് 980, 1 കിലോ 1270. ഇത് നമ്മുടെ സാമ്പിൾ പാക്ക് അല്ലേ? നമുക്ക്
നമുക്കത് ഫീൽ ചെയ്യണല്ലോ, ഇത് കഴിച്ചാൽ എനിക്ക് വണ്ണം കുറഞ്ഞു അല്ലെങ്കിൽ എനിക്കൊരു വ്യത്യാസമുണ്ട് എന്ന് തോന്നണമെങ്കിൽ എത്രയും കഴിക്കണം? നമ്മൾ 1 കിലോ എങ്കിലും കഴിക്കണം. കാരണം ഇതിപ്പോ നമുക്ക് 250 ഗ്രാമിന്റെ എന്ന് പറയുന്ന ഒരു സാമ്പിൾ പാക്ക് ആണ്. ഇതുകൊണ്ട് നമുക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. ടേസ്റ്റ് അറിയാം. കാരണം ഇത് 12 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. 1 കിലോ ആണെങ്കിൽ 1 കിലോ എങ്കിലും നമുക്ക് അറിയാൻ പറ്റും. എത്ര അറിയാൻ പറ്റും? 1 കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദിവസം ഉണ്ടാവും? നമുക്കൊരു 45 ദിവസം. അത് ഫസ്റ്റ് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നത് നമ്മുടെ വയറിലാണ്. വയറിൽ ഗ്യാസിന്റെ പ്രോബ്ലംസ് മാറും. നമുക്കൊരു ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു എനർജി ഫീൽ ചെയ്യും. അതായത് മെയിൻ ആയിട്ട് നമുക്ക് മോഷനും അതുപോലെ വയറും ഒക്കെയാണ് ആദ്യം റെഡി ആകുന്നത്. ഷോളി, ഇത് മുഴുവൻ ആമസോണിൽ ഇന്ന് പോകാനുള്ള ഇതിപ്പോ ആമസോണിന്റെ സ്കാൻ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് ഇതിന്റെ സെയിൽ 2 വർഷമായിട്ടും ഇന്നും ഇത്രയും ഓളിയം ഒരു ദിവസം പോകുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രയാന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ പറയുന്ന പോകുന്ന ഓർഡറിന് എണ്ണം നോക്കിയാൽ മാത്രം മതി. ഈ സംഭവം ഈ പറയുന്ന കാർമാക്സിന്റെ ഈ പറയുന്ന കുടംപുളിയിലേക്ക് കിട്ടാനുള്ള മാർഗം എന്തൊക്കെയാണ്? നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, sholiayurveda.com. നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ എല്ലായിടത്തും ഇന്ത്യയിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാ ആയുർവേദ കടകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നുണ്ട്. നമുക്ക് ലുലുവിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് എല്ലാം നമ്മുടെ ലൈസൻസുകളാണ്. ഇത് നമ്മുടെ ഈ ലാബിൽ നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഓരോ ബാച്ച് ലേഹ്യവും ഇവിടെ കൊണ്ടുവന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാക്കിങ്ങിലേക്ക് പോകുന്നത്. ആ സാമ്പിളുകൾ നമ്മളിവിടെ ഒരു 3 വർഷത്തോളം നമ്മൾ സൂക്ഷിക്കും. ഇത് വേണ്ടവർ ഈ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വേണം അയച്ചു കിട്ടും. അപ്പോൾ വീണ്ടും മറ്റൊരു വീണ്ടും അവരെ ബൈ ബൈ.